നമസ്കാരം പ്രിയമുള്ളവരെ, എന്തിൻ്റെ പേരിലാണോ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലേക്ക് നടന്നെടുത്തത്, അതിൻ്റെ പേരിൽ തന്നെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തിരിച്ചടികൾ സംഭവിക്കുന്നു എന്ന രാഷ്ട്രീയ വിശകലനങ്ങളാണ് പ്രധാനമായും ഈ ദിവസങ്ങളിൽ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ശ്രീരാമക്ഷേത്രം, അതായത് അയോധ്യയിൽ ഒരു ശ്രീരാമക്ഷേത്രം ഉണ്ടായിരുന്നു. ശ്രീരാമൻ്റെ ജനനസ്ഥലത്ത് അത് ബാബർ പൊളിച്ചിട്ടാണ് ബാബറി മസ്ജിദ് ഉണ്ടാക്കിയത് എന്ന വാദഗതിയിൽ ഊന്നിയിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് BJPക്ക് ഉത്തരേന്ത്യയിൽ വേരോട്ടമുണ്ടാക്കി കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളും ബാബറി മസ്ജിദ് തകർക്കുവാൻ പോയ കർസേവകർ ബാബറി മസ്ജിദിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് മരിച്ചതും തിക്കും തിരക്കിൽപ്പെട്ട് മരിച്ചതുമൊക്കെ അന്ന് BJP വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കിയിരുന്നു. ആ കർസേവകന്മാരുടെയൊക്കെ ചോരയിലൂന്നിയാണ് BJP പിന്നീട് ഇന്ത്യയിൽ അധികാരത്തിലെത്തിയത് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും LK അദ്വാനി എന്ന് പറയുന്ന BJPയുടെ പഴയ അധ്യക്ഷൻ രാജ്യത്താകമാനം നടത്തിയ രഥയാത്രകൾ, അത് കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ നൂറുകണക്കിന് ആളുകൾ ചോര ചിന്തി മരിച്ചു പോയിട്ടുണ്ട്. നിരവധി വർഗീയ കലാപങ്ങളാണ് ആ രഥയാത്രകൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നത് വാസ്തവമാണ്. അതായത് BJP ഉയർന്നു വന്നത് രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു പ്രക്ഷോഭത്തെ മുൻനിർത്തിയാണ്. ആ രാമക്ഷേത്രത്തിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടന്ന വലിയ അഴിമതിയുടെ കഥകൾ പുറത്തു വരുന്നത്. രാമൻ്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് സംഘപരിവാര പശ്ചാത്തലമുള്ള ആളുകൾ അടിച്ചുമാറ്റിയത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ BJP ഇന്ത്യയിൽ വലിയ തിരിച്ചടി നേരിടുന്നേക്കാവുന്ന സംഭവഗതികളിലേക്ക് അത് നയിച്ചേക്കാമെന്ന രാഷ്ട്രീയ വിശകലനങ്ങളും പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും രാമക്ഷേത്രത്തിൽ മാത്രമല്ല, ഉജ്ജയിനിയിലും ദ്വാരകയിലും ഇതുമായി ബന്ധപ്പെട്ട പുതിയ കഥകൾ വരികയാണ്. അയോധ്യയിൽ മാത്രമല്ല, മറ്റുള്ള ക്ഷേത്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതായത് BJP ചരിത്രത്തിൽ ആദ്യമായി വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സംഭവവിഗതികൾ ഉത്തരേന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രാഷ്ട്രീയ നിഗമനം പുറത്തു വരികയാണ്. അത് BJPയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. മിക്കപ്പോഴും സംഘപരിവാര പശ്ചാത്തലമുള്ള പ്രൊഫൈലുകളും ഉത്തരേന്ത്യയിലെ സംഘികളും ഒക്കെ പറയുന്നത് നമ്മുടെ ക്ഷേത്രം, നമ്മുടെ രാമൻ, അതായത് നമ്മുടെ ദൈവം, നമ്മുടെ അമ്പലം, നമ്മുടെ ആളുകൾ കട്ടു, അതിന് നിനക്കെന്താ കോൺഗ്രസ്, നിനക്കെന്താ CPM, നിങ്ങൾക്കെന്താണ് എന്ന രീതിയിലാണ് സംഘപരിവാര പ്രൊഫൈലുകൾ ഇതിനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഉത്തരേന്ത്യയിൽ രാമൻ എന്ന് പറയുന്നത് അവരുടെ വികാരമാണ്. ആ രാമൻ്റെ സ്വത്തുവകകൾ കൈയടക്കിയിരിക്കുന്നു എന്നത് BJPയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവർ അനുകൂലിക്കുന്ന സംഘപരിവാരങ്ങളെ സംബന്ധിച്ച് അത് ഒട്ടും പ്രതിരോധിച്ച് നിൽക്കുവാൻ കഴിയാത്ത കാര്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ചമ്പത് റായ്, അദ്ദേഹമാണ് ഈ ആരോപണങ്ങളുടെ ഒക്കെയും മുൾമുനയിൽ നിൽക്കുന്ന ആൾ. അദ്ദേഹം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ്. ഒപ്പം ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് ഈ കൊള്ളയുടെയൊക്കെ പിന്നിലെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 51 കോടി രൂപയുടെ ആസ്തി, അത് ഈ ശ്രീരാമക്ഷേത്രത്തിലെ പണമാണ് എന്ന് പറയുന്നു. അവിടെ കാണിക്കാൻ നിക്ഷേപിച്ച പണമാണെന്ന് പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാറ്റിയിരുന്നു. അതിപ്പോൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈവർ പറയുന്നത് ഈ 51 കോടി രൂപ എന്ന് പറയുന്നത് അത് താൻ ഓട്ടോ ഓടിച്ച് സമ്പാദിച്ച പൈസയാണെന്ന്. ഒരു ഓട്ടോ ഓടിച്ചാൽ അത്രയൊക്കെ പൈസ കിട്ടും എന്ന് നമുക്കറിയാം. അതായത് ഈ ആരോപണങ്ങളുടെയൊക്കെ മുൻമുന്നെ ചെന്ന് നിൽക്കുന്നത് സംഘപരിവാരത്തിലാണ്, അവരുമായി ബന്ധപ്പെട്ട ആളുകളിലാണ് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് സംഘപരിവാരത്തെ വലിയ പ്രതിരോധത്തിലാക്കും. എന്തിൻ്റെ പേരിലാണോ സംഘപരിവാരങ്ങൾ, അതായത് BJP ഉൾപ്പെടുന്ന സംഘപരിവാര നേതൃത്വം ഇന്ത്യയിൽ അധികാരത്തിലേക്ക് നടന്നെടുത്തത്, അത് തന്നെ BJPക്ക് പ്രതിസന്ധിയായി നിൽക്കുന്നു. ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ പുതിയ വിവാദങ്ങൾ, അവിടുത്തെ ധനം സമാഹരിച്ചു അല്ലെങ്കിൽ ധനം കൊള്ളയടിച്ചു എന്ന പേരിൽ സംഘപരിവാര പശ്ചാത്തലമുള്ള ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റികൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾ അത് BJPയെ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. UP യിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മാസങ്ങൾക്കകം UP യിൽ തെരഞ്ഞെടുപ്പ് ഇത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും SP അഖിലേഷ് യാദവ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രക്ഷോഭങ്ങൾക്ക് UP യിൽ നേതൃത്വം നൽകും എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. UP യിൽ ശ്രീരാമക്ഷേത്രത്തിലെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട്, അവിടെ നടന്ന ധനക്കൊള്ളയുമായി ബന്ധപ്പെട്ട് BJP പരാജയപ്പെട്ടാൽ ഉത്തരേന്ത്യയിൽ ആകമാനം അതിൻ്റെ അലയൊലികൾ ആഞ്ഞടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീട് ഗുജറാത്തിലും ഗോവയിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ സംസ്ഥാനങ്ങളിലൊക്കെയും BJP ഈ പ്രതിരോധത്തിലാക്കും. ഒരുപക്ഷെ BJP പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അവിടെ നടന്ന ഈ ധനക്കൊള്ള നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും കോൺഗ്രസ് ഇതൊരു വലിയ പ്രക്ഷോഭമാക്കി മാറ്റിയെടുത്താൽ ഉത്തരേന്ത്യയിലാകമാനം അതിൻ്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കോൺഗ്രസ് അതിൽ മടിച്ചു നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിലൊക്കെയും ഒരുപക്ഷേ രാഹുൽ ഗാന്ധിക്ക് കുറച്ചുകൂടി ആക്റ്റീവായി ഈ രംഗങ്ങളിൽ ഇടപെടാമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പാടവത്തിലോ അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ മതേതര മനോഭാവത്തിലോ ഒന്നും ആർക്കും സംശയമില്ല. അദ്ദേഹം
വളരെ നല്ലതുപോലെ അധ്വാനിക്കുന്ന ഒരാളാണ് ഇന്ത്യയിൽ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ കൊണ്ടുവരാൻ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം നിരന്തരം ഇലക്ഷനിൽ പരാജയപ്പെടുകയാണ്. പക്ഷേ ചില അവസരങ്ങളിൽ അദ്ദേഹം രാജ്യത്ത് നിന്ന് അപ്രതീക്ഷിതമാകുന്നു എന്ന രീതിയിൽ ചില ആരോപണങ്ങൾ ഉയരാറുണ്ട്. ഇപ്പോഴും ഈ ആരോപണങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ BJP നേതൃത്വവും അഖിലേന്ത്യാ തലത്തിൽ സംഘപരിവാര നേതൃത്വവും ഒക്കെ പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കാണുന്നില്ല എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ്. അദ്ദേഹം എവിടെയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയാൻ കഴിയുന്നില്ല എന്നൊരു വാർത്തയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇപ്പോൾ BJP നേതൃത്വം വലിയ രീതിയിൽ ആയിരിക്കുന്നു. പൊതുപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർന്നിരിക്കുന്നു. രാമജന്മഭൂമിയിലും അതുപോലെ ദ്വാരകയിലും ഉജ്ജയിനിയിലും ഒക്കെ ക്ഷേത്രങ്ങൾ, അത് സംഘപരിവാര ബന്ധമുള്ള ആളുകൾ അവിടെ നിന്ന് കിട്ടുന്ന ധനം സമാഹരിച്ച് സ്വന്തം പോക്കറ്റിലാക്കി എന്ന വാർത്തകൾ പുറത്തു വരുന്നു. പ്രത്യേകിച്ചും ശ്രീരാമക്ഷേത്രവും ഉജ്ജയിനിയും ദ്വാരകയും ഒക്കെ അത് ഹൈന്ദവ വികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇതൊക്കെ മുൻനിർത്തി ജനങ്ങളെ അഭിമുഖീകരിച്ചാൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പരാജയപ്പെടുത്തുവാൻ വലിയ കാലതാമസം ഉണ്ടാകില്ല. പക്ഷേ കോൺഗ്രസ് ഇത് എത്രത്തോളം ക്രിയാത്മകമായി ഉപയോഗിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരികയാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി നിരന്തരം വേട്ടയാടപ്പെടുന്ന ഒരാളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ പപ്പു എന്ന് വിളിക്കുവാനും അദ്ദേഹം മണ്ടനാണ് എന്നൊക്കെ വരുത്തി തീർക്കുവാനും BJP ആഭിമുഖ്യമുള്ള മാധ്യമങ്ങൾ ഒക്കെ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ BJP ചിലവാക്കാറുണ്ട്. അങ്ങനെ അവർ നിർമ്മിച്ചെടുക്കുന്ന പ്രൊഫൈലുകളൊക്കെയും രാഹുൽ ഗാന്ധി അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ നമുക്കറിയാം രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും പ്രഗത്ഭരായ വിദ്യാർത്ഥികളോട് സംവദിക്കുവാൻ കഴിയുന്ന വിധം ഭാഷാജ്ഞാനമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് നിരന്തരമായ ഈ വിളികൾ, പപ്പു വിളികൾ അദ്ദേഹത്തെ ഒരു പക്ഷേ അദ്ദേഹത്തിനെ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിച്ചേക്കാം എന്ന ഒരു സംശയം എനിക്കുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാനായിരിക്കാം അദ്ദേഹം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഉണ്ടാകേണ്ടതാണ് ഇന്ത്യയിൽ എന്നാണ് എൻ്റെ ഒരു വിശകലനം. പ്രത്യേകിച്ചും CJP, അതായത് ക്രോക്രോച്ച് പാർട്ടിയൊക്കെയാണ് ഇപ്പോൾ ഈ സമരം ഒക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനം അവർ അപഹരിക്കുന്നു എന്ന ഒരു തോന്നൽ എനിക്കുണ്ട്. മറ്റൊരു കാര്യം, അണ്ടേ ഹസാരെ, നമുക്കറിയാവുന്ന പോലെ നേരത്തെ സ്പെക്ട്രം കേസൊക്കെ വന്നപ്പോൾ BJPക്ക് അനുകൂലമായി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ജന്തർ മന്ദറിലൊക്കെ സമരം ചെയ്യുകയും പട്ടിണി കിടക്കുകയും ഒക്കെ ചെയ്ത അണ്ണാ ഹസാരെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ചും രാജ്യത്തെ പൊതുപരീക്ഷകളുടെയൊക്കെയും നേരെ സംശയമുനകൾ ഉയരുമ്പോൾ ഏറ്റവും വലിയ വികാരമായ ശ്രീരാമൻ്റെ ജന്മക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ പണാഭരണം ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയരുമ്പോൾ അണ്ണാ ഹസാരെ എവിടെയാണ് എന്നൊരു ചോദ്യം ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നതും ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. എന്തായാലും BJP സംബന്ധിച്ച് ഇത് കഷ്ടകാലമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതൊരു സംഭവമാണോ അവരെ അധികാരത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് അത് തന്നെ അവരെ പ്രതിരോധത്തിലാക്കുന്നു എന്ന വലിയ വിശകലനം വരികയാണ്. ഉത്തരേന്ത്യയിൽ BJPക്ക് വലിയ തിരിച്ചടികളായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുക എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് നടത്തപ്പെടുന്നത്. ഒരുപക്ഷെ ശ്രീരാമ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദം BJPയുടെ രാഷ്ട്രീയ തിരിച്ചടികൾക്ക് ഏറ്റവും വലിയ ഘടകമായി മാറിയേക്കാം എന്ന വിശകലനം പുറത്തു വരുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.